എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സിനിമ സകല കലകളുടെയും സമ്മേളനമാണ്. സിനിമ സകല കലകളുടെയും സമ്മേളനമാണ്. സിനിമ സകല കലകളുടെയും സമ്മേളനമാണ്. എടാ വലാലെ സൗറ്റിന്റെ നട്ടില് നമ്മൾ നൂരും. എന്താണ്ടെങ്കിൽ മനസ്സിലാക്കി നമ്മളൊരു പൊട്ടനാണെന്നോ? പൈസ ചെലവാക്കി എന്നെ പഠിപ്പിക്കാൻ വീണ് സിനിമ കാണാനണ്ട. ഓ ഒന്ന് മിണ്ടാണ്ടിക്ക് ബാപ്പച്ചി, നമ്മളിതൊന്ന് പഠിച്ചോട്ടെ. ഈ പഠിക്കുന്നത് നമ്മള് കേട്ട്, അതുകൊണ്ടാണ് തെച്ചാലെ അന്നെ നമ്മള് ചീത്ത പറഞ്ഞത്. അവന്റെ ഒരു പഠിപ്പ് ഇന്ന് നിർത്തിക്കൊള്ളാൻ എന്റെ തോന്നിയാസം. നമ്മൾ എന്ത് കാട്ടിന്ന ബാപ്പച്ചി പറയണേ? ഈ ഇപ്പൊ എന്താണ്ടാ വായിച്ചത്? അതൊന്നുകൂടി വായിക്കി. സിനിമ സകല കലകളുടെയും സമ്മേളനമാണ്. എടാ സിനിമക്കാർക്ക് അങ്ങനെ പല സംഘടനയും സമ്മേളനം ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്തിനാണ്ടാ മീൻകാരൻ കപൂറിന്റെ അരുമ സന്താനമായ നീ അന്വേഷിക്കണേ എരുമേ? ഓന്റെ പാപ്പാ, ഇത് ഞമ്മക്ക് പഠിക്കാനുള്ളതാ, സിനിമയെ കുറിച്ചുള്ള പാടാ. സിനിമ പഠിക്കാനോ? അതിലിപ്പോ എന്താണ്ട് അത്ര പഠിക്കാനുള്ളത്? അത് കാണാനുള്ളല്ലേ? എന്റെ പാപ്പാക്ക് നയാ പൈസക്ക് വിവരമില്ലാന്ന് ഉമ്മ പറയണ എത്ര ശരിയാ? അതോള് പറഞ്ഞത് ശരിയാണ്. ഓളെ വാപ്പാക്ക് നയാ പൈസന്റെ വിവരല്ല. എടാ മോനെ, നമ്മൾ അത്ര പൊട്ടനൊന്നുമല്ല. ഞമ്മക്കറിയാം ഈ സിനിമനെ പറ്റി. എങ്കിൽ പറയ്, അടൂര് ഗോപാലകൃഷ്ണൻ ആരാ? അത് അടൂര്. പറയ് ആരാ? പറയ് ബാപ്പച്ചി. അത് അടൂര്. അത് മോനെ, അടൂര് ഗോപാലകൃഷ്ണ പരിചയമല്ല. അവളൊരു ദാമോനുണ്ടേനി. പണ്ട് അടൂരില് സൈക്കിൾ ഷോപ്പ് നടത്തിയ ആളാണ്. ഇത് തന്നെയാ പറഞ്ഞേ ബാപ്പച്ചിക്ക് ഒരു വിവരം ഇല്ലാന്ന്. ബാപ്പച്ചി ഇത്ര കാലായിട്ട് ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലല്ലോ. ഞാൻ നാളെ കൊണ്ടുപോവാ. എടാ അത് ഒന്നും പറയണ്ട, നാളെ സിനിമ കാണാൻ റെഡി ആയിക്കോ. ബാപ്പച്ചി ടിക്കറ്റ് എടുക്കണം. ദാ അവിടെ പോയി ടിക്കറ്റ് എടുത്തു പോര്. ഒരാൾക്ക് 150 ഉറുപ്പിയുള്ളൂ. 150 ഉറുപ്പിയെ? എടാ പൈസ കൊണ്ട് നമുക്ക് 2 ദിവസം കഴിയാന്ന്. സാധ്യായിപ്പോയല്ലോ. എടാ സുക്കൂറെ, ഇവിടെ ഇരിക്കി, ഞമ്മളിപ്പോ വരാം. ഓ ഈ ബാപ്പാന്റെ ഒരു കാര്യം. എന്തിനാണ് നിങ്ങൾ കൈ നീട്ടണത്? ടിക്കറ്റ് ഇതാ കീറട്ടെ. ആദ്യത്തെ മോൻ തന്നെ സേപ്പ് നമ്മൾ മാറ്റിക്കാളും. നാട്ടിലില്ലാത്ത പൈസ എടുത്ത് വാങ്ങുന്ന ടിക്കറ്റാണ്. ആദ്യം അത് കീറി നമ്മൾ ശ്രമിച്ച്, എന്നിട്ട് ഉളുപ്പില്ലാണ്ട് രണ്ടാമത് കീറാനാണ് ഈ കൈ കിട്ടണ്. നമ്മളെ വാപ്പ 12 തന്നെ ആണെങ്കിൽ ഇത് നമ്മള് തരൂല. കിട്ടുന്ന വഴി നോക്കണോ?